എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ ഞങ്ങൾ കരിങ്കോഴികളെ വളർത്തുന്ന ഞങ്ങളുടെ കൂടിൻ്റെ ഉള്ളിലേക്ക് കയറിയേക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരെയും അതുപോലെ തന്നെ അഴിച്ചു വിട്ടു. അവർക്ക് വേണ്ട തീറ്റയും വെള്ളമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മളുടെ മറ്റു വീഡിയോയിലൊക്കെ കാണുന്ന കാഴ്ചകളൊക്കെ തന്നെ. അപ്പോൾ ഇതാണ് ഇവിടെ രാവിലെ നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും നല്ല ഉഷാറാണ്. എല്ലാവരെയും രാവിലെ തന്നെ അഴിച്ചു വിട്ടു. അപ്പോൾ ഒരു തീറ്റയും വെള്ളമൊക്കെ കുടിക്കുന്നതിൻ്റെ തിരക്കിലൊക്കെയാണ് കേട്ടോ. കറുത്ത കോഴികളെല്ലാം കരിങ്കോഴികളല്ല എന്ന് നിങ്ങൾക്കറിയാലോ. അതുപോലെ തന്നെ കരിങ്കോഴിയുടെ മുട്ട കറുത്തിട്ടാണോ അതോ വെളുത്തിട്ടാണോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനുള്ളൊരു മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കരിങ്കോഴിയുടെ മുട്ട ഈ രണ്ട് കളറും അല്ല, സാധാരണ നാടൻ കോഴിയുടെ മുട്ടയുടെ കളർ തന്നെയാണ്. അതായത് ഒരു തവിട്ട് നിറന്നൊക്കെ പറയാം നമുക്ക്. അതാണ് നമുക്ക് കിട്ടുന്ന കരിങ്കോഴിയുടെ മുട്ടയുടെ കളറ്. പിന്നെ ഇവരുടെ ഇറച്ചിയുടെ ഗുണം അറിയാമല്ലോ. മറ്റു കോഴികളെക്കാളൊക്കെ പ്രോട്ടീനൊക്കെ കൂടുതലുള്ളതാണ് ഇവരുടെ ഇറച്ചി, അതുപോലെ മുട്ട അങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ മറ്റു കോഴികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതും ഇതൊക്കെ തന്നെയാണ് കരിങ്കോഴികളെ. ഇവയുടെ മുട്ടയും ഇറച്ചിയൊക്കെ കഴിക്കുന്നതിലൂടെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനൊക്കെ സാധിക്കുന്ന ആയിട്ടാണ് പറയുന്നത്. അങ്ങനെയുള്ള കുറേ ഗുണങ്ങളും നമ്മളുടെ കരിങ്കോഴികൾക്ക് ഉണ്ട് കേട്ടോ. എനിക്കിപ്പോൾ ഞങ്ങളുടെ കോഴികളെ വളർത്തുന്നിടത്തുനിന്ന് ഏകദേശം ദിവസം ഒരു 12ഓളം മുട്ടകളാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ചൂട് കൂടുന്നതുകൊണ്ട് ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. മുൻപ് ഇതിലും കൂടുതലായിട്ടൊക്കെ കിട്ടിക്കൊണ്ടിരുന്നു. എന്നിരുന്നാലും നമ്മൾ അതിനുള്ള പ്രതിവിധികൾ പോലെ അതിനനുയോജ്യമായ തീറ്റയൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വ്യത്യാസങ്ങൾ താമസിയാതെ വന്നു തുടങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നാച്ചുറലായിട്ടുള്ള ഫുഡുകളൊക്കെയാണ് പരമാവധി ഇവിടെ കൊടുക്കുന്നത്. ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ തുടങ്ങിയത് ഒരു 2 കോഴിയിൽ നിന്ന് തുടങ്ങിയതാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 2 കോഴിയിൽ നിന്ന് തന്നെയാണ് നമ്മൾ തുടങ്ങിയത്. പിന്നീട് അവരെ ഇങ്ങനെ വളർത്തി ഇതുപോലെ എണ്ണം കൂട്ടിക്കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇവിടെയുള്ള മുട്ടകൾ തന്നെ നമ്മൾ വിരിയിച്ചെടുത്ത് അവരെ ഇത്രയും കോഴികളിലേക്ക് നമ്മൾ എത്തിച്ചു. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഫാമിലിപ്പോൾ കോഴികളെയൊക്കെ വളർത്തിക്കൊണ്ട് പോകുന്നത്. പ്രധാനമായിട്ടും ഞാനിവിടെ കരിങ്കോഴികളെ മാത്രമേ വളർത്തുന്നുള്ളൂ. അതിലാണ് മെയിനായിട്ട് ശ്രദ്ധ കൊടുത്തിരിക്കുന്നത്. കരിങ്കോഴിയുടെ ഒരു പിടക്കോഴി ഏകദേശം 6 മാസത്തിന് ശേഷമാണ് മുട്ടയിടാറുള്ളത്. പലരും ചോദിക്കാറുള്ള ചോദ്യമാണ്, കരിങ്കോഴി എത്ര മുട്ട തരും ഒരു വർഷത്തിൽ നിന്നൊക്കെ. അപ്പോൾ സാധാരണ രീതിയിൽ ഒരു പിടക്കോഴി വളർന്ന് 6 മാസം കഴിഞ്ഞതിന് ശേഷമാണ് അവർ മുട്ടയിട്ട് തുടങ്ങുക. അപ്പോൾ ആ ഒരു ക്രമത്തിൽ തന്നെയാണ് നമുക്ക് മുട്ടയുടെ കിട്ടുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഫാമിൽ കോഴികളെ വളർത്തുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക.